1972 ഒക്ടോബർ 13 വെസ്റ്റേൺ അർജന്റീനയിലെ ആൻഡസ് മഞ്ഞുമലകൾക്ക് മേൽ ഒരു ഉറുഗ്വൻ വിമാനം തകർന്നു വീഴുകയാണ്. ഹാഷ് വെതർ കണ്ടീഷൻസും പ്രദേശത്തിന്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകതകളും കാരണം മാസങ്ങളോളം അവിടെ രക്ഷാപ്രവർത്തനം സാധ്യമായില്ല. ഒരു വിമാന ദുരന്തം എന്ന പോലെ തന്നെ ഈ ഒരു സംഭവം ലോകത്തെ നടുക്കിയത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയായിരുന്നു. അതാണ് കാന്നിബലിസം. അതിശക്തമായ മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും കാരണം ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കഠിനമായ വിശപ്പും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നു. കിലോമീറ്ററുകളോളം മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ പ്രദേശത്ത് ഭക്ഷ്യയോഗ്യമായ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതോടെ അവരിൽ ചിലർ നരഭോജികളായി മാറി. ജീവൻ നിലനിർത്താൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നതോടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെയും സഹയാത്രികരുടെയും മൃതദേഹങ്ങൾ ഭക്ഷിക്കാൻ അവർ നിർബന്ധിതരായി. എക്സ്ട്രീം സ്റ്റാർവേഷൻ, കോമ്പറ്റീഷൻ എന്നീ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു ജീവി തന്റെ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിയെ ഭക്ഷണമാക്കുന്നതിനെയാണ് കാന്നിബലിസം എന്ന് വിളിക്കുക. ഇത് ഇവിടെ പറയാൻ കാരണം when it comes to sales and marketing there is a strategy called market cannibalization. ഒരു കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റോ സർവീസോ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഷെയർ ഈറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് കാന്നിബലൈസേഷൻ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ആപ്പിൾ റാഡിക്കലായ ഒരു മാറ്റമോ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സോ ഒന്നും ഓഫർ ചെയ്യാനില്ലെങ്കിലും എല്ലാ കൊല്ലവും ന്യൂ സീരീസ് ഓഫ് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് പിന്നിൽ കസ്റ്റമേഴ്സിന്റെ ഈ ഒരു അപ്ഗ്രഡേഷൻ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുവഴി അവരെ ആപ്പിൾ എക്കോ സിസ്റ്റത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയുമാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് കാന്നിബലൈസേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന കൂടുതൽ കമ്പനികളെ പറ്റിയും പ്രൊഡക്റ്റുകളെ പറ്റിയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ.